നമുക്കൊരു ഉണ്ണിയപ്പം തയ്യാറാക്കിയാലോ? കുറച്ചധികം സമയം എടുക്കുന്ന പരിപാടിയാണ്, എന്നാലും നമുക്ക് ആക്കി നോക്കാം. 2 ഗ്ലാസ് പച്ചരി 8 മണിക്കൂർ പുതിർത്ത് വെച്ച് പൊടിച്ച് അരിച്ചെടുത്തതായത്. മീഡിയം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴത്തിന്റെ പകുതി പുഴുങ്ങി അരച്ച് എടുത്തു വെക്കുക. ഇതിന് പകരം മൈസൂർ പഴം എടുത്താലും മതി കേട്ടോ, അത് പുഴുങ്ങൊന്നും വേണ്ട. ഇനി ആ മാവിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ച് ചേർക്കുക. പിന്നെ ഒരു 1/4 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെക്കുക. 3/4 കിലോ ശർക്കര പാനിയാക്കാൻ വേണ്ടി എടുത്ത് വെച്ചത്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാനിവിടെ മെൽറ്റ് ആക്കുന്നത്. പിന്നെ ശർക്കരൻ്റെ മധുരമൊക്കെ അനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. വറുത്തിടാൻ കുറച്ച് തേങ്ങാക്കൊത്തും എള്ളും എടുത്ത് വെക്കുക. ഒരു ചീനച്ചട്ടിയിൽ 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് ചൂടായി വരുമ്പോൾ തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ട് വഴറ്റി ഒരു ഇളം ബ്രൗൺ കളറായി വരുന്ന സമയത്ത് അതിലേക്ക് എള്ള് ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് മാവിലേക്ക് ഇടാം. ഇനി അതിലേക്ക് ശർക്കരപ്പാവ് അരിച്ച് ഒഴിക്കാം. ചൂട് ശർക്കരപ്പാനിയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. അത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ ചൂടോടുകൂടി തന്നെ മിക്സ് ചെയ്യുക. അരച്ചെടുത്ത് വെച്ച പഴവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മാവിനെയും ലൂസ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു ഗ്ലാസ്സിൽ നിന്ന് ഒഴിച്ചെടുക്കാൻ പറ്റുന്നൊരു പരുവത്തിലായാൽ മതി. ഇതൊരു 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നിറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണേ. ഇനി അതിലേക്ക് കുറച്ചായിട്ട് മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒരു ഗ്ലാസ്സിൽ നിന്ന് ഒഴിക്കുമ്പോൾ നല്ല കൃത്യമായിട്ട് അതിൽ ഒഴിഞ്ഞ് കിട്ടും. അപ്പോൾ ആ ഒരു കുഴിയിലേക്കും ഒഴിച്ച് കൊടുക്കണം. ഇനി ഓരോന്നും നമ്മൾ മറച്ചിട്ട് കൊടുക്കണം. 2 വശവും നന്നായിട്ട് വെന്ത് കിട്ടാൻ അങ്ങനെ മറച്ചിട്ട് കൊടുത്താലേ ഉള്ളു വെന്ത് കിട്ടുള്ളൂ. ഇനി അത് ഫസ്റ്റ് റൗണ്ട് നമുക്ക് കോരിയെടുക്കാം. ആദ്യത്തെ റൗണ്ട് കോരിയെടുത്തതിന് ശേഷം നന്നായിട്ട് ചെക്ക് ചെയ്യണം. അത് മുറിച്ചിട്ട് നോക്കണം ഉള്ളു വെന്തോ എന്നൊക്കെ നോക്കണം. ഹാർഡായി പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് അടുത്ത റൗണ്ട് ചുട്ടെടുക്കാം. എനിക്കിവിടെ നല്ല സോഫ്റ്റ് സ്വീറ്റായിട്ടുള്ള ഉണ്ണിയപ്പായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെറിയ ഉണ്ണിയപ്പം ആക്കിയിട്ടുള്ളത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.